നമസ്കാരം. സ്വർണ്ണക്കവർച്ചാ കേസിൽ പെട്ടുവലയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇടിത്തിയായി പമ്പ അയ്യപ്പ സംഗമം. ജനുവരി 25-ന് കണക്ക് നൽകണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം വന്നിരിക്കുകയാണ്. 25-ന് കണക്ക് നൽകാത്ത പക്ഷം കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കും. 2025 സെപ്റ്റംബർ 20-നാണ് കോടികൾ ചെലവഴിച്ച പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ആലോചനയുണ്ടായ സമയത്ത് തന്നെ ശക്തമായ എതിർപ്പും ഉയർന്നിരുന്നു. സംഗമത്തിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് ചിലർ കോടതിയെ സമീപിച്ചു. തുടർന്ന് ഹർജിക്കാരുടെയും ദേവസ്വം ബോർഡിന്റെയും വിശദമായ വാദം കേട്ട ശേഷം കർശന ഉപാധികളോടെ കോടതി അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകുകയായിരുന്നു. സംഗമത്തിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഫണ്ട് ചെലവഴിക്കാൻ പാടില്ല എന്നും സംഗമത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടോ നടത്തിപ്പിലോ ആചാരങ്ങൾ ലംഘിക്കപ്പെടുകയോ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യരുതെന്നും സംഗമം നടന്ന 45 ദിവസത്തിനകം സമഗ്രമായ വരവ് ചിലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ജസ്റ്റിസ് ആർ ജയകൃഷ്ണന് നൽകണമെന്നും ഇത്തരത്തിൽ സമഗ്രമായ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി എന്ന് പ്രധാനമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ അയ്യപ്പ സംഗമം നടന്ന 44-ാമത്തെ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജസ്റ്റിസ് ആർ ജയകൃഷ്ണന് കണക്ക് സമർപ്പിക്കാൻ 2 മാസത്തെ സാവകാശം ആവശ്യപ്പെട്ട് കത്ത് നൽകി. തുടർന്ന് ജസ്റ്റിസ് ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും കോടതി കണക്ക് സമർപ്പിക്കാൻ 2 മാസം കൂടി സമയം നീട്ടി നൽകുകയായിരുന്നു. എന്നാൽ ഈ കാലാവധിയും പിന്നിട്ടിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കണക്ക് സമർപ്പിക്കാതെ 1 മാസത്തെ സമയം നീട്ടിച്ചൊതുക്കുകയായിരുന്നു. മൂന്നാമതും ഈ മാസം 25 വരെ സമയം നൽകിക്കൊണ്ട് 25 ദിവസത്തിനകം കണക്ക് സമർപ്പിച്ചില്ലെങ്കിൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് കോടതി ദേവസ്വം ബോർഡിന് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ കാലാവധി അവസാനിപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകൾ നൽകിയിട്ടില്ല. എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയുടെ സംഘാടക ചുമതലയിലാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നത്. 8.50 കോടി മുതൽ 10 കോടി രൂപ വരെ ചെലവായതായി കണക്കാക്കുന്ന ആഗോള അയ്യപ്പ സംഗമം വിവാദമായതോടെ സ്പോൺസർമാർ പിന്മാറുകയും വരവില്ലാതെ ചെലവ് മാത്രമായ കണക്കായതുമാണ് ദേവസ്വം അധികൃതരെ കുഴയ്ക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. എന്തായാലും 25 ദിവസത്തിനകം കണക്ക് നൽകിയില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടിയായി കണക്കാക്കും. അതിന്മേൽ കോടതി ശിക്ഷാ നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം പുരോഗമിക്കവെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്ന തരത്തിൽ ഹൈക്കോടതിയുടെ അന്ത്യശാസനം വന്നിരിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ വ്യാപക അഴിമതി കണ്ടെത്തിയിരിക്കുന്നു. 1.3 കോടി രൂപ വില വരുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡുകൾക്ക് പിന്നാലെയാണ് കേസിലെ പ്രധാന പ്രതികളുടെ ആസ്തികൾ മരവിപ്പിക്കാൻ ED നടപടി സ്വീകരിച്ചത്. ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ഇന്നലെ നടത്തിയ വ്യാപക റെയ്ഡിൽ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് 100 ഗ്രാം സ്വർണ്ണക്കട്ടികൾ അടക്കം പിടിച്ചെടുത്തു. സ്വർണം ചെമ്പാക്കിയതുമായി ബന്ധപ്പെട്ട രേഖകളും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് 2019-നും 2024-നും ഇടയിൽ പുറപ്പെടുവിച്ച ഉത്തരവുകളും ED കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളും രേഖകളും റെയ്ഡിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പൂർണ്ണവ്യാപ്തി എന്നിവ കണ്ടെത്തുന്നതിനുമായിരുന്നു EDയുടെ റെയ്ഡ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസും ആഗോള അയ്യപ്പ സംഘവും അടക്കമുള്ള വിഷയങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലയുക തന്നെയാണ്.